Hi dear students, കഴിഞ്ഞ ക്ലാസ്സിൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന ചാപ്റ്ററിലെ ഓഫർ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഓഫറാണ്. മൂന്ന് ബേസിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തേതാണ് ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ. മോഡ് ഓഫ് ഓഫറിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: എക്സ്പ്രസ് ഓഫർ ആൻഡ് ഇംപ്ലൈഡ് ഓഫർ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി രണ്ടാമത്തേതാണ് ഓൺ ദി ബേസിസ് ഓഫ് ഓഫറീസ്. ഓഫറീസിൻ്റെ ബേസിൽ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: സ്പെസിഫിക് ഓഫർ ആൻഡ് ജനറൽ ഓഫർ. ഇതും നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. മൂന്നാമത്തേതാണ് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഓഫർ. നാച്ചർ ഓഫ് ഓഫറിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: ക്രോസ് ഓഫർ, സ്റ്റാൻഡിംഗ് ഓഫർ, കൗണ്ടർ ഓഫർ. ആദ്യമായി ക്രോസ് ഓഫർ എന്താ നോക്കാം. വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡൻറ്റിക്കൽ ഓഫർ ടു ഈച്ച് അതർ ഇൻ ignorance of each other offer, the offer are called cross offer. ഇവിടെ ക്രോസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വ്യക്തികൾ ഒരേ വിഷയത്തിൻ്റെ മുകളിൽ പരസ്പരം അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. അഥവാ എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് എൻ്റെതാണ് എന്ന് മറ്റൊരാൾക്കറിയാം, അയാൾക്കത് ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്ത് ചെയ്തു? അയാൾക്കൊരു ഓഫർ കൊടുത്തു. 200 രൂപയ്ക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കാൻ റെഡിയാണ് എന്ന് ഞാൻ എന്ത് ചെയ്തു? അയാൾക്ക് മെയിൽ വഴി അയച്ചു ഓഫർ. അയാൾ എന്ത് ചെയ്തു? എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്, ഇത് ഞാൻ വിൽക്കാനുള്ളതാണ് അയാൾക്കറിയാം. അയാളും എന്ത് ചെയ്തു? അതേ സാധനം 200 രൂപയ്ക്ക് പിന്നെ എനിക്കത് ആവശ്യമുണ്ട്, ഞാനത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു അയാൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു. ഞാൻ അയച്ച മെയിൽ അയാൾ കണ്ടിട്ടുമില്ല, അയാളുടെ ഓഫർ ഞാനും കണ്ടിട്ടില്ല. ഇത് പിന്നീടാണ് കാണുന്നതും. അപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഇതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. പരസ്പരം രണ്ടുപേരും ഒരേ പ്രൊഡക്റ്റ്, ഒരേ ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരേ പിന്നെ രണ്ട് പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ കൊടുക്കുന്നതിനെയാണ്, ഒരാൾ വാങ്ങാന്ന് പറയാണ്, മറ്റൊരാൾ അത് വിൽക്കാന്ന് പറയാണ്. രണ്ടാളും ഓഫർ ചെയ്തത് ഓഫറാണ്. അപ്പോൾ അതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റാൻഡിംഗ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ. ഓഫർ മെയ്ഡ് ഫോർ ദ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സെർട്ടൈൻ ആർട്ടിക്കിൾസ് അറ്റ് എ സെർട്ടൈൻ റൈറ്റ് ഓവർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ആർ നോൺ ആസ് സ്റ്റാൻഡിംഗ് ഓഫർ. സ്റ്റാൻഡിംഗ് ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വർഷത്തേക്ക് ഏതെങ്കിലും ഒരു നിശ്ചിത പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിനോട് കരാറിൽ ഏർപ്പെടുക, ഒരു പാർട്ടി ഓഫർ ചെയ്തു. അല്ലെങ്കിൽ ഒരു പാർട്ടിനോട് എന്ത് ചെയ്തു? ഞങ്ങൾ എത്ര പ്രൊഡക്റ്റ് ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഒരു പാർട്ടിനോട് ഓഫർ കൊടുത്തു. ആ പ്രൊഡക്റ്റ് പല സമയങ്ങളിലായിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. ഒരൊറ്റ സമയത്തിലല്ല, പല സമയങ്ങളിലായിട്ട് ആ ഒരു വർഷത്തിനുള്ളിൽ അവരാവശ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഓഫർ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സെർട്ടൈൻ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ആ രൂപത്തിലുള്ള ഒരു സ്വഭാവത്തിലുള്ള ഓഫറിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ ഓർ കണ്ടിന്യൂസ് ഓഫർ എന്നും പറയുന്നുണ്ട്. ഇതൊരു നിശ്ചിത പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക. ആ പീരീഡിനുള്ളിൽ പിന്നെന്ത് ചെയ്യുക, അത് റിവോക്ക് ചെയ്യുകയാണെങ്കിൽ, അതിനെ പിൻവലിക്കുകയാണെങ്കിൽ എന്താവും? ആ ഓഫർ ക്യാൻസലായി പോകും. അല്ലെങ്കിൽ ആ പീരീഡിനുള്ളിൽ എന്ത് ചെയ്യണം? ഇവിടെ ആ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സെർട്ടൈൻ റൈറ്റിൽ ആ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത ഓഫറാണ് സ്റ്റാൻഡിംഗ് ഓഫർ. അടുത്തതാണ് കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ആൻ ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ് ആൻഡ് എ ന്യൂ ഓഫർ ഈസ് മെയ്ഡ് ഈസ് നോൺ ആസ് കൗണ്ടർ ഓഫർ. എൻ്റെ കയ്യിലുള്ളൊരു സാധനം ഞാനത് 100 രൂപയ്ക്ക് വിൽക്കാമെന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു ഓഫർ കൊടുത്തു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഇന്ന് മാർക്കറ്റിൽ അതിന് 500 രൂപ വില ഉണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വേഗം തന്നെ ഓൾറെഡി കൊടുത്ത ഓഫർ ഞാനത് ക്യാൻസൽ ചെയ്തു. പുതിയൊരു ഓഫർ ഞാൻ ഇട്ടു. എന്ത്? പുതിയ ഓഫറിൽ പ്രൈസ് 500 രൂപയാണെന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓഫർ ഇട്ടു. ഇതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. അഥവാ ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്തു ആൻഡ് ന്യൂ ഓഫർ ഈസ് മെയ്ഡ്. പുതിയൊരു ഓഫർ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ഓഫറുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു ഭാഗമാണ് ആക്സെപ്റ്റൻസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഓഫറാണ്, ഇനി പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ്. ശ്രദ്ധിക്കുക, എന്താണ് ആക്സെപ്റ്റൻസ്? Acceptance is an assent of offeree to an offer made to him. ഒരു വ്യക്തിക്ക് ആരെങ്കിലും ഒരാൾ ഓഫർ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട
അസെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട സമ്മതം തിരിച്ചറിയിക്കുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അഥവാ ഒരാൾ ഓഫർ ചെയ്തു കഴിഞ്ഞാൽ ആ ഓഫറിനെ സ്വീകരിക്കുകയും ആ ഓഫറുമായി ബന്ധപ്പെട്ട് അയാൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് ഓഫററെ അറിയിക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു ബി ബൗണ്ട് ബൈ ദ ടേംസ് ഓഫ് ദി ഓഫർ. ഈ പറയുന്ന ഓഫറിൽ പറയപ്പെടുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇയാൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഓഫററുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് when the person to whom the proposal is made signify his assent thereto the proposal is said to be accepted. എന്താണ്, പേഴ്സൺ ഒരു വ്യക്തി എന്ത് ചെയ്തു, അയാളുടെ സമ്മതം മറ്റൊരാളെ അറിയിക്കുക, പ്രപ്പോസലുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സമ്മതം മറ്റൊരാളെ അറിയിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇവിടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുന്നത് എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് ആക്സെപ്റ്റൻസ്. ഒരു ലീഗൽ റൂൾസ് പ്രകാരം വാലിഡ് ആക്സെപ്റ്റൻസ് ആവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുണ്ടാവുന്നത്. ഒന്നാമത്തതാണ് ആക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. എന്ത് ചെയ്യാം, ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ്പ്രസ് വഴിയും അല്ലാതെ ഇംപ്ലൈഡിലൂടെ നമുക്ക് അറിയിക്കാം. നമുക്കറിയാം എക്സ്പ്രസ് എന്താണ്, റിട്ടൺ ഓർ സ്പോക്കൺ ഓർ ഓറൽ, ഏത് മാർഗത്തിലും നമുക്ക് എന്ത് ചെയ്യാം, അറിയിക്കാം. ഓർ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് ദി പാർട്ടീസ്, ആ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അറിയിക്കാം. അടുത്തത് എന്താണ്, ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ഇവിടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വ്യക്തമായ രൂപത്തിൽ എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം. ദ ആക്സെപ്റ്റർ മസ്റ്റ് കംപ്ലൈ വിത്ത് ദ ടേംസ് ഓഫ് ഓഫർ ആൻഡ് ഇവൻ സ്ലൈറ്റ് ഡീവിയേഷൻ ഫ്രം ദി ടേംസ് ഓഫ് ദി ഓഫർ മേക്ക് ദ ആക്സെപ്റ്റൻസ് ഇൻവാലിഡ്. അഥവാ ഓഫറിൽ പറയുന്ന കണ്ടീഷൻസ് എന്താണോ അത് 100% എന്ത് ചെയ്യണം, ആക്സെപ്റ്റർ അതിനെ കംപ്ലൈ ചെയ്തിരിക്കണം. ഇതിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ, സ്ലൈറ്റ് ഡീവിയേഷൻ പോലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആക്സെപ്റ്റൻസ് ഇൻവാലിഡ് ആയി പോകും. ഇപ്പോൾ ഒരു ഓഫറിൽ എന്താണ് 500 1 കിലോ തൂക്കമുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആക്സെപ്റ്റൻസ് പറയുന്നത്, ആക്സെപ്റ്റർ ആയിട്ടുള്ള ആൾ പറയുന്നത് എന്താണ്, എനിക്കത് 500 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാക്കി മാറ്റിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതെന്തായി, അത് ഇൻവാലിഡായി. കാരണം എന്താണ്, ഓഫറിൽ പറയുന്ന കണ്ടീഷൻസ് ഇയാൾ ഫോളോ ചെയ്തിട്ടില്ല, അതിന് ഇയാൾ എഗ്രി ചെയ്തിട്ടില്ല. 500 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് ഇയാൾക്ക് വേണമെങ്കിൽ വേറെ ഓഫർ വാങ്ങാം, പക്ഷേ ഈ ഓഫർ എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. ഇനി അടുത്തതാണ് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ. ആക്സെപ്റ്റൻസ് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കണം. അഥവാ ഈ പറയുന്ന ഈ താല്പര്യമുണ്ടെങ്കിൽ, ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഓഫററെ അറിയിച്ചിരിക്കണം. ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല, അറിയിച്ചിരിക്കണം. when a person accept an offer but fail to the post the letter of acceptance it is not an acceptance. ഇവിടെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി, അയാൾക്ക് ഓഫറിനോട് താല്പര്യമുണ്ട്, അയാളത് ആക്സെപ്റ്റ് ചെയ്തു. ഈ ആക്സെപ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ലെറ്റർ ഇയാൾ പോസ്റ്റ് ചെയ്തു, പക്ഷേ അത് വേണ്ട രൂപത്തിൽ അയാളുടെ കയ്യിലേക്ക് എത്തിയില്ല, ഓഫറുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് അത് റിട്ടേൺ വന്നു. എന്നാൽ ഇതൊരു ആക്സെപ്റ്റൻസ് അല്ല. കാരണം എന്താണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. അടുത്ത പോയിൻ്റാണ് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ റീസണബിൾ ടൈം. റീസണബിൾ ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം, ആക്സെപ്റ്റൻസ് അറിയിച്ചിരിക്കണം. അഥവാ ഓരോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓഫറുമായി ബന്ധപ്പെട്ട ഓഫറിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, റീസണബിൾ ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം, അത് ആക്സെപ്റ്റൻസിനെ അറിയിച്ചിരിക്കണം. റീസണബിൾ ടൈം ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫാക്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദി കേസ്. ഓരോ കേസിനനുസരിച്ച് എന്ത് ചെയ്യും, റീസണബിൾ ടൈം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള ഓഫറാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ റീസണബിൾ ടൈം മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്തതാണ് റീസണബിൾ ടൈം ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഡേറ്റും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് കാലാകാലം ആ ഒരു ഓഫർ കിട്ടൂല. അത് എന്തെങ്കിലും എന്താണ് അതിൻ്റെ സാധാരണ രീതിയിൽ അതിൻ്റെ ഒരു സമയം നമ്മൾ കണക്കാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഓഫറിന് നമ്മൾ ആക്സെപ്റ്റൻസ് കൊടുത്തിരിക്കണം. അടുത്ത പോയിൻ്റാണ് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദ മോഡ് പ്രിസ്ക്രൈബ്ഡ് ഓർ യൂഷ്വൽ ആൻഡ് റീസണബിൾ മോഡ്. ഇവിടെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് മോഡ് പ്രത്യേകിച്ച് പറയുന്നില്ല, ഏത് രൂപത്തിലാണ് നമ്മൾ ആക്സെപ്റ്റൻസ് അറിയിക്കേണ്ടത് എന്ന് പ്രത്യേകിച്ചൊന്നും പറയണില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഏത് രൂപത്തിലും അയാളെ അറിയിച്ചാൽ മതി. പ്രത്യേകം പറയുന്നുണ്ട് എങ്കിൽ ആ പറയുന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം,
അയാളെ അറിയിക്കണം. വെൻ ദർ ഈസ് നോ മോഡ് പ്രിസ്ക്രൈബ്ഡ് ഓഫറി ക്യാൻ ഇൻറ്റിമേറ്റ് വിത്ത് റീസണബിൾ ടൈം ഓൺലി. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഒന്നും പറയണില്ല എങ്കിൽ എന്ത് ചെയ്യാം, അത് അയാളെ റീസണബിൾ ടൈമിനുള്ളിൽ അറിയിച്ചാൽ മതി, ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ഓഫർ സേസ് ആക്സെപ്റ്റൻസ് ടു ബി സെൻഡ് ബൈ മെയിൽ. ഓഫറിൽ പറയുന്നുണ്ട് ആക്സെപ്റ്റൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കേണ്ടത് മെയിലിലൂടെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ആക്സെപ്റ്റൻസ് ഈസ് വാലിഡ് ഓൺലി ത്രൂ മെയിൽ. അങ്ങനെയാണ് എങ്കിൽ ഈ ആക്സെപ്റ്റൻസ് വാലിഡ് ആവുന്നത് എപ്പോഴാണ്? മെയിൽ വഴി അയച്ചാൽ മാത്രമേ എന്താവുള്ളൂ, ഇത് വാലിഡ് ആവുകയുള്ളൂ. പോസ്റ്റ് വഴി അയച്ചാൽ വാലിഡ് ആവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും മാർഗം വഴി അയച്ചിട്ടും കാര്യമില്ല. മെയിൽ വഴി അയച്ചാൽ മാത്രമാണ് ആക്സെപ്റ്റൻസ് വാലിഡ് ആവുന്നത്. അതാണ് ഇവിടെ പറയുന്നത് മോഡ് ഓഫ് അക്കോർഡിംഗ് ടു മോഡ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഓർ യൂഷ്വൽ ഓർ റീസണബിൾ മോഡ്. അങ്ങനെ ഏതെങ്കിലും ഒരു റീസണബിൾ മോഡിലോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് മോഡിലോ എന്ത് ചെയ്യണം, ആക്സെപ്റ്റൻസിനെ അറിയിച്ചിരിക്കണം. അടുത്ത പോയിന്റാണ് ആക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദി പ്രൊപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ഓഫർ. ഈ ആക്സെപ്റ്റൻസ് അറിയിക്കുന്ന സമയം ഓഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ പറയുന്ന ആക്സെപ്റ്റർക്ക് ഉണ്ടായിരിക്കണം. ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ആഫ്റ്റർ റിസീവിങ് ദി ഓഫർ. ഓഫർ കിട്ടിയതിന് ശേഷം മാത്രമേ ആക്സെപ്റ്റൻസ് അറിയിക്കാൻ പാടുള്ളൂ. ആരെങ്കിലും ഒരു ഓഫറിനെ പറ്റി പറഞ്ഞത് കൊണ്ട് പോയി എന്ത് ചെയ്യാൻ പാടില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റർ റീപ്ലൈ കൊടുക്കാൻ പാടില്ല. എന്താണ് ഓഫർ എന്ന് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആക്സെപ്റ്റൻസ് അറിയിക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത പോയിന്റാണ് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ഓഫർ ലാപ്സ് ഓർ ബിഫോർ ദ ഓഫർ ഈസ് വിഡ്രോൺ. ആക്സെപ്റ്റൻസ് അറിയിക്കേണ്ടത് എപ്പോഴാണ്? ഒന്നുകിൽ ഓഫർ ലാപ്സ് ആവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ഓഫർ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം. ഇഫ് ദ ഓഫർ ഈസ് റിവോക്ഡ്, എന്ത് ചെയ്തു, ഈ ഓഫർ എന്ത് ചെയ്തു, ഈ ഓഫർ ചെയ്ത ആൾ പിൻവലിച്ചു. അങ്ങനെയാണെങ്കിൽ ദെൻ ഇറ്റ് കനോട്ട് ബി ആക്സെപ്റ്റഡ്. അങ്ങനത്തെ ഓഫർ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ സാധാരണ സെയിൽസ് ഓഫറുകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇന്ന് ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫറിനൊരു സമയം വെച്ചിട്ടുണ്ടായില്ല, നോക്കി നമുക്ക് മനസ്സിലാവും, ആ സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാപ്സ് ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മളതിന് ആക്സെപ്റ്റൻസ് അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മളതിന് പർച്ചേസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവർ ആ ഓഫർ വിഡ്രോ ചെയ്യുന്നത് വരെ നമുക്ക് എന്ത് കിട്ടും, ഓഫർ കിട്ടും. ഇപ്പോൾ സാധാരണ ഇങ്ങനത്തെ ബിഗ് ബില്യൺ സെയിൽസ് ഒന്നും അല്ലാത്ത സിറ്റുവേഷൻ ആണ് എങ്കിൽ എല്ലാ സമയത്തും ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇതിലൊക്കെ ഇ കൊമേഴ്സിൽ നമുക്ക് ഓഫറുകൾ കാണാറുണ്ട്. അതൊക്കെ അവർ റിവോക്ക് ചെയ്യുന്നത് വരെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മാസം മുമ്പുണ്ടായിരുന്ന ഓഫർ ഇന്നും ഒരിക്കലും കിട്ടൂല, കാരണം ഓൾറെഡി അത് റിവോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നീട് നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ആക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം ദി സൈലന്റ്. ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സൈലന്റ് കൊണ്ട് ഒരിക്കലും അതിന് നമുക്ക് ആക്സെപ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റൂല. ഇഫ് ദ ഓഫർ റിമെയിൻ സൈലന്റ് നോ കോൺട്രാക്ട് ഈസ് ഫോംഡ്. ഓഫർ എന്ന് പറയുന്ന ഓഫർ എന്ത് ചെയ്തു, സൈലന്റ് ആയി നിൽക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആക്സെപ്റ്റൻസുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് ആയി ഫോം ചെയ്യാൻ പറ്റില്ല. അതിനൊരു നമുക്ക് സാധാരണ രീതിയിലൊരു എക്സാമ്പിൾ നമുക്ക് കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഭയങ്കര ബാർഗെയിനിങ് ഒക്കെ നടക്കുന്ന മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളവിടെ ചെന്ന് വില ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കവറിൽ സാധനങ്ങളാക്കി നമ്മളെ കയ്യിൽ തരും. അപ്പോൾ നമ്മളവിടെ ഒന്നും വേണമെന്നോ എത്ര കിലോ വേണമെന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ നമ്മളെ കയ്യിലാക്കി തരും. അപ്പോൾ നമ്മളവിടെ സൈലൻ്റ് ആണ്. ആ സൈലൻ്റ് ആവുന്ന സമയത്ത് അത് നമ്മൾ ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. നമ്മുടെ സൈലൻസ് ആക്സെപ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. നമ്മൾ അവിടുത്തെ സാധനം വാങ്ങണമെന്നില്ല, നമുക്ക് തിരിച്ചു പോരാം, ഒന്നും പറയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആക്സെപ്റ്റൻസ് അവിടെ അറിയിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് വാങ്ങേണ്ടി വരും. ഇവിടെ നമ്മൾ സൈലൻ്റ് ആവുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റൻസ് ആയിട്ട് അത് പരിഗണിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സിൽ എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് വാലിഡ് ആക്സെപ്റ്റൻസിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.